റോബിൻ രാധാകൃഷ്ണൻ ഈസ് ഔട്ട് കംപ്ലീറ്റ്ലി. ലക്ഷക്കണക്കിന് വീട്ടമ്മമാരും ഒരുപാട് ആളുകളും ആരാധക വൃത്തത്തിലുണ്ടായിരുന്ന റോബിൻ രാധാകൃഷ്ണനെ എല്ലാവരും ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിരിക്കുന്നു. കാര്യം എന്താ? ചാണകക്കുഴിയിൽ വീണതുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ചാണകക്കുഴി ഈസ് വെരി ബെസ്റ്റ്, BJP എന്ന് പറഞ്ഞാൽ കിഡിലനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആള് രംഗത്ത് വരുന്നത്. എന്തിനാണ് കിടന്ന് തിളയ്ക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ആ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കാല് വെക്കണം. BJPയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളുള്ളൂ, അതുകൊണ്ടൊക്കെ തന്നെ എങ്ങനെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ് എന്നുള്ളതാണ്. റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കേട്ടു. ഒരിക്കലും ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുക്കാം, അതിൽ പ്രവർത്തിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് നമുക്ക് റിയാക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷെ വിളിച്ച് തെറി വിളിക്കാനും കമന്റിലും തെറി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്ക് നേരെ റോബിൻ രാധാകൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് വിത്ത് ഫാക്ട് ആൻഡ് വിത്ത് എവിഡൻസ് വെച്ചിട്ട് ഒന്ന് പൊളിച്ചടക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് BJP പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? ആ ഒരു വാലിന്റെ കുറവ് നിനക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രാഷ്ട്രീയ വാലിന്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അത് കറക്റ്റ് ആയി എന്നുള്ളതാണ്. വീഴേണ്ടടുത്ത് തന്നെ വീണിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യമല്ലേ? വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് വ്യക്തിപരമായ കാര്യമല്ല, അത് പബ്ലിക്കിന് കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. പബ്ലിക് അത് എടുത്ത് റിയാക്ട് ചെയ്യും. തെറി വിളിക്കുന്നതിനോട് ഞാൻ ഒരു യോജിപ്പും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു സാധനത്തിന് ആളുകൾ കമന്റ് ഇടില്ലേ, ഭായ് എന്താ ഭായ്, ഞാനൊരു സംഖ്യയാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു എന്ന് പറയുന്ന വ്യക്തി നരേന്ദ്രമോദി എത്രമാത്രം ഇഷ്ടമാണെന്ന് പറയുന്നത്. നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിനും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക തന്നെ വേണം. ഇവിടെ നമുക്ക് സഭ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം അല്ലെ? റോബിൻ രാധാകൃഷ്ണൻ വീണ ചാണകക്കുഴി, നരേന്ദ്രമോദി അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു കാര്യം കൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളുടെ ചെറിയ ലിസ്റ്റാണ്. അതൊന്ന് വായിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഹാദ്രസ് കേസ് 2020 ഉത്തർപ്രദേശ്. ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം. പോലീസിന്റെ നടപടികളും പെൺകുട്ടിയുടെ മൃതദേഹം രാത്രിയിൽ തന്നെ ദഹിപ്പിച്ചതും വലിയ പ്രതിഷേധത്തിനിടയാക്കി. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, എന്തിനാണത് ചെയ്തത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ല മണേ? അടുത്തത് കത്വ കേസ്. 2018 ജമ്മു കാശ്മീരിൽ 8 വയസ്സുകാരിയായ നാടോടി പെൺകുട്ടിയെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം. ചെറിയ കുട്ടികൾക്ക് നേരെ നടന്ന ഇത്തരം അതിക്രമങ്ങളൊക്കെ അങ്ങ് നോർത്തിലാണ് നടക്കുന്നത്. നീ നെഞ്ചിലേറ്റുന്ന ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം നടന്ന ചില കാര്യങ്ങളാണ്. വിട്ടുപോകരുത്. അഭിമാനത്തോടു കൂടി സംഖ്യയാണെന്ന് പറയുമ്പോൾ ഇതിനുള്ള മറുപടിയും കൂടി താങ്കൾ പറയണം. ഉന്നവ കേസ് 2017 ഉത്തർപ്രദേശ്. BJP MLA ആയിരുന്ന കുൽദീപ് സിംഗ് സെൻഗർ പ്രതിയായ കേസാണ്. ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ വിവാദമായിരുന്നു. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? മണിപ്പൂർ അതിക്രമങ്ങൾ 2023 മണിപ്പൂരിലെ വംശീയ കലാപത്തിനിടയിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവം രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്.
റോബിൻ രാധാകൃഷ്ണ ഇതൊക്കെ ഒന്ന് കേൾക്ക്. ബിൽക്കിസ് ബാനു കേസ് വിട്ടയക്കൽ വിവാദമാണ്. 2002 ഗുജറാത്ത് കലാപകാലത്ത് ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുൻപേ വിട്ടയച്ചത് സുപ്രീം കോടതി വരെ ഇടപെട്ട വലിയ വിഷയമായിരുന്നു. താങ്കൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുജറാത്ത് കലാപം മറക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി ഇടനെഞ്ചിലേറ്റുമ്പോ 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ച് റോബിൻ രാധാകൃഷ്ണ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവം അധികം വൈകില്ല, 2024 നടന്നതാണ്. ഒരു വനിതാ ഡോക്ടർ ജോലി സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനിടയാക്കി. റോബിൻ രാധാകൃഷ്ണൻ ഒരു ഡോക്ടറാണല്ലോ അല്ലെ. 2024 നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ രാജ്യത്ത് നടന്നതാണ്. താങ്കൾ മനസ്സിലാക്കണം. അത്ര അടിപൊളിയാണ്. ഇനി മുസ്ലിങ്ങൾക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് ഞാൻ മറുപടി തരാം. അടുത്ത വീഡിയോ ഒന്ന് കാണട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത വീഡിയോയിലൂടെ അത് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞിരിക്കേണ്ടി വരും. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കൂടി നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നില്ല. അത്ര ആരാധകരുള്ള ആളല്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല, അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. മോനെ. അടുത്ത സെക്ഷൻ വായിക്കട്ടെ കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നറിയാം. മുസ്ലിം സമുദായത്തിന് നേരെ പ്രധാനമായും പശു സംരക്ഷണം, ലവ് ജിഹാദ് ആരോപണം, വർഗീയ കലാപങ്ങൾ എന്നിവയുടെ പേരിലാണ് ഇന്ത്യയിൽ ആക്രമണം നടന്നിട്ടുള്ളത്. നടത്തിയത് ആരാന്നറിയോ? നീ നെഞ്ചിലേറ്റുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണ്. BJPയുടെ കീഴിലുള്ള രാഷ്ട്രീയ സംഘടനകളാണ്. വായിക്കാം. അഖ്ലാഖ് കൊലപാതകം 2015 ഉത്തർപ്രദേശ്. നീ നെഞ്ചിലേറ്റുന്ന നിന്റെ വിശ്വഗുരുവിന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ നാട്ടിലാണ്. വീട്ടിൽ പോത്തിറച്ചി സൂക്ഷിച്ചു എന്നാരോപിച്ച് ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന വയോധികനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. ഇത് രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചർച്ചകൾക്ക് വഴി മാത്രമേ വെച്ചുള്ളൂ, ഒന്നും നടന്നില്ല കേട്ടോ. പെഹ്ലു ഖാൻ കേസ് 2017 രാജസ്ഥാനിലാണ്. പശുക്കളെ കടത്തുന്നു എന്നാരോപിച്ച് ആൾവാറിൽ വെച്ച് പെഹ്ലുഖാനെ പശു സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ പരസ്യമായി തല്ലിക്കൊന്നു. നമ്മളിപ്പോ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാറുണ്ട് പലപ്പോഴായിട്ട്. ഇപ്പൊ അത് തന്നെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഇന്ത്യയിൽ നടന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ആരും വേണ്ടിയിട്ടില്ല കേട്ടോ. ജുനൈദ് ഖാൻ കൊലപാതകം 2017 ഹരിയാനയിലാണ്. ട്രെയിൻ യാത്രക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സീറ്റിന്റെയും മതത്തിന്റെയും പേരിൽ 16 വയസ്സുകാരനായ ജുനൈദ് കൊല്ലപ്പെട്ടു. ഓർമ്മയുണ്ടോ? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന ഒരു കൂട്ടം ആക്രമണങ്ങളാണെന്നുള്ളത്. ഡൽഹി വർഗീയ കലാപം 2020, 6 വർഷം മുമ്പ്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ വടക്കു കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. എന്തുവാടേ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നീ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന രാജ്യത്ത് നടക്കുന്ന കാര്യ. അതിലെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതോ സംഘപരിവാരവും. കൊള്ളാമെടാ, കൊള്ളാം. ബുൾഡോസർ നടപടികൾ നിന്റെ സ്വന്തം ചങ്ങാതി UP ആദിത്യനാഥിന്റെ നാട്ടിലാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ മുസ്ലിം മതവിഭാഗക്കാരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അനധികൃതമെന്ന് ആരോപിച്ച് പൊളിച്ചു നീക്കുന്ന നടപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതാണ് ബുൾഡോസർ രാജ. കഴിഞ്ഞില്ല. നീ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി, നീ നെഞ്ചിലേറ്റ് നരേന്ദ്രമോദിയുടെ കീഴിൽ നടക്കുന്ന ഒരു കൂട്ടം കാടത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. 2002 ഗുജറാത്ത് കലാപം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ബബു ബജറാങ്കി എന്ന് പറയുന്ന നെറികെട്ട ഒരു നികൃഷ്ട ജീവിയുണ്ട്. അതിൽ കൃത്യമായി ഒളിക്യാമറയുടെ മുന്നിൽ നരേന്ദ്രമോദിയുടെ പേര് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. മുസ്ലിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള മരണമാണെങ്കിലും അവരെ ദഹിപ്പിക്കുന്ന പരിപാടിയില്ല. പകരം അവരെ മണ്ണിൽ കുഴിച്ചു മൂടാറാണ് പതിവ്. അതിന് വിരുദ്ധമായി നമ്മൾ അവരെ മണ്ണെണ്ണയൊഴിച്ചോ പെട്രോൾ ഒഴിച്ചോ കത്തിച്ച് അങ്ങ് തീർക്കണം. ഞങ്ങൾ അതിൽ ആനന്ദം കണ്ടു എന്നാ പറഞ്ഞ ബാബു ബജറാങ്കി എന്ന് പറയുന്നത് ദുഷ്ടജീവി. അതിൽ കൃത്യമായി പറഞ്ഞ വാക്കാണ്. നരേന്ദ്രമോദി ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നു എന്നുള്ളത്. നീ നെഞ്ചിലേറ്റ് നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാ പറയുന്നേ. ഓക്കെ, ഇനി റോബിൻ രാധാകൃഷ്ണൻ പറയുന്ന വാക്കുകൾ കേൾക്കാം, എന്നിട്ട് കൊടുക്കാം മറുപടി. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ?
നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി BJP ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? പക്ഷെ അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. മൂക്കി പല്ല് മുളച്ച് കിടക്കേണ്ടി വരും, നീ മൂക്കിൽ പല്ല് മുളച്ച്. എന്നാലും BJP കേരളത്തിൽ അധികാരത്തിൽ വരില്ല. ഇവിടെ പൊട്ടന്മാരില്ല, ബുദ്ധിയുള്ള ആളുകളാണ്. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ BJPക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് ആ രീതിയിൽ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മഹാവെട്ടിത്തരാണെന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ളതും കൂടി വായിച്ചു തരാം, ആളുകൾ കാത്തിരിക്കുക. ഇന്ത്യയിൽ ക്രിസ്ത്യൻസിന് നേരെ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മതവിഭാഗത്തിന് നേരെ നടന്ന പ്രധാന ആക്രമണങ്ങൾ ഒരു 2-3 വായിച്ചു തരാം. വായിച്ചു തീരില്ല, അത്രമാത്രം ഉണ്ട്. ഈ കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ക്രിസ്ത്യൻസിന് നേരെ നിരന്തരമായിട്ട് BJP RSSകാർ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പള്ളികൾക്കടിയില് ശിവലിംഗമുണ്ട്, ശിവക്ഷേത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേക്കൂത്തുകള് അങ്ങ് നോർത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലും അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സംഘികളുണ്ട്. ഓരോ വീട്ടിലും ഒരു ബാബു ബജറംഗി വേണമെന്ന് പറയുന്ന കാളി മീഡിയ പോലെയുള്ള ആളുകളുണ്ട്. അതൊക്കെ ഇവൻ എവിടെന്ന് അറിയാം? ഇവൻ ഇതിന് വകതിരിവൊന്നുമില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് കയറാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്, അത്രേ ഉള്ളൂ. ബാക്കി വായിച്ചുതരാം. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നെന്ന് ആരോപിച്ച് സഭകൾക്കും പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും നേരെ വലിയ തോതിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംഖ്യാപരമായ വർധനവ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2014 127 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് 2024 834 വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4000-ലധികം അതിക്രമങ്ങൾ നടന്നതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിലേക്കൊന്ന് പോയി വരാം. ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല, അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരെയും ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഇവര് തന്നെയാണ്. മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്ത് നിരവധി പാസ്റ്റർമാരെയും വിശ്വാസികളെയും അറസ്റ്റ് ചെയ്യുന്നതായി ആരോപണങ്ങളുണ്ട്. മണിപ്പൂർ കലാപം 2023. ഗോത്രവർഗ തർക്കമായി തുടങ്ങിയെങ്കിലും കലാപത്തിനിടയിൽ 250-ലധികം പള്ളികൾ തകർക്കപ്പെടുകയും ക്രിസ്ത്യൻ കുക്കി വിഭാഗത്തിന് നേരെ അതിക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷം തടയൽ, അതാണ് ന്യൂ ട്രെൻഡ് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലാണ്, ഉത്തരേന്ത്യയിലാണ്, നോർത്ത് ഇന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ കടന്നുകയർ പ്രാർത്ഥനകൾ തടയുകയും വിശ്വാസികളെ മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങൾ പതിവായിരുന്നു എന്നുള്ളതാണ്. ഇനി ഡൽഹി കലാപത്തിലേക്ക് പോകാം. 2020 വടക്ക് കിഴക്കൻ ഡൽഹി പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപത്തിൽ നിരവധി പള്ളികൾ ലക്ഷ്യം വെക്കപ്പെട്ടു. അശോക് നഗർ മസ്ജിദ് പള്ളിയുടെ മിനാരത്തിൽ ആൾക്കൂട്ടം കയറി ഹനുമാൻ പതാക കെട്ടുകയും പള്ളിക്ക് തീയിടുകയും ചെയ്ത ദൃശ്യങ്ങൾ വലിയ വിവാദമായിരുന്നു. മറ്റു പള്ളികൾ കലാപത്തിനിടയിൽ കുറഞ്ഞത് 10ഓളം പള്ളികളും ദർഗകളും ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹരിയാന നൂഹ് കലാപം 2023. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യാത്രക്കിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഹരിയാനയിലെ നൂഹ് ഗുരുഗ്രാം മേഖലകളിൽ ആക്രമണങ്ങൾ നടന്നു. അഞ്ജുമാൻ ജുമാ മസ്ജിദ് ഗുരുഗ്രാം. ഈ പള്ളിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പള്ളിയുടെ നായിബ് ഇമാം കൊല്ലപ്പെടുകയും പള്ളിക്ക് തീയിടുകയും ചെയ്തു. പള്ളികൾ പൊളിച്ചു നീക്കൽ ഭരണകൂട നടപടികളാണ്. അനധികൃത നിർമ്മാണം എന്ന് ആരോപിച്ച് റോഡ് വികസനത്തിന്റെ പേരും പറഞ്ഞ് ചില പുരാതന പള്ളികൾ ഭരണകൂടം നേരിട്ട് പൊളിച്ചു നീക്കിയ സംഭവങ്ങൾ. ഭാരാഭംഗി മസ്ജിദ് 2021 UPയിലാണ്. 100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഗരീബ് നവാസ് മസ്ജിദ് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ഒരു ക്ഷേത്രമല്ല പൊളിച്ചു നീക്കപ്പെട്ടിട്ടുള്ളത്, 100 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇതൊക്കെ റോബിൻ രാധാകൃഷ്ണന് അറിയില്ല, അറിഞ്ഞാലും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഷാഹി മസ്ജിദ് 2023 അലഹാബാദ്. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി ചരിത്രപരമായ ഈ പള്ളി അനധികൃതമായി പൊളിച്ചു നീക്കി എന്നുള്ളതാണ്. അഗുൻജി മസ്ജിദ് 2024 ഡൽഹി. മഹ്ലൗറിയിൽ 600 വർഷത്തോളം പഴക്കമുള്ള പള്ളിയും മദ്രസയും വനംവകുപ്പിന്റെ ഭൂമിയിലാണെന്ന് ആരോപിച്ച് DDA പൊളിച്ചു നീക്കി. 600 വർഷം പഴക്കമുള്ള പള്ളിയും മദ്രസയും ഒക്കെ പൊളിച്ചു നീക്കി എന്നാ പറയുന്നേ. എന്താ ASI ഒക്കെ എന്താ ചെയ്യുന്നേ? ഒരു പിടിയുമില്ല. പള്ളിക്കകത്ത് പള്ളിക്കടിയിൽ അതുണ്ടെന്ന് പറയുമ്പോ ഭയങ്കര ശുഷ്കാന്തിയാണ് ഇവർക്ക്. പക്ഷെ ഒരിക്കലും ഇത്തരം പുരാതന വസ്തുക്കളൊന്നും സംരക്ഷിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. ത്രിപുര അതിക്രമങ്ങൾ 2021 ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ത്രിപുരയിൽ നടന്ന റാലിക്കിടെ മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ റാലിക്കിടെ പൻസാരി പള്ളി ഉൾപ്പെടെയുള്ള പള്ളികൾ തകർക്കപ്പെടുകയും കടകൾക്ക് തീയിടുകയും ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല മോനെ, ഇനിയുമുണ്ട്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. ഛത്തീസ്ഗഡ് 2023
നാരായൺപൂരിൽ മതപരിവർത്തന ആരോപണത്തെ തുടർന്ന് പ്രതിഷേധക്കാർ ഒരു കത്തോലിക്ക പള്ളി അങ്ങ് തകർത്ത് തരിപ്പണാക്കി. മധ്യപ്രദേശിലും കർണാടകയിലും നടന്നെന്ന് വായിക്കാം. പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും വീടുകളിലും മറ്റും നടത്തുന്ന ഹൗസ് ചർച്ചുകൾ മതപരിവർത്തനം നടത്തുന്നെന്ന് ആരോപിച്ച് തീവ്ര സംഘടനകളെ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. സംഭവങ്ങൾക്ക് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ടും ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളുടെ മുന്നിലാണ് താങ്കൾ തങ്ങളുടെ അഭിപ്രായം വന്ന് പൊട്ടത്തരമായിട്ട് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുക്കാം എന്നുള്ളത്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ ഊളത്തരം പറയുമ്പോൾ താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന അത്രക്ക് മെനയുള്ള സംഘടനയല്ല എന്നുള്ളത്. കേരളം ഉടനെ തന്നെ BJP പിടിച്ചെടുക്കും എന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ് കേൾക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇതൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? പൊന്ന് ബ്രോ, ആ പഴയ കാലഘട്ടം ഒന്നും പറയല്ലേ. ബിഗ് ബോസ് സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം ഭയങ്കര രസമായിരുന്നു ആ സമയത്ത്. പുറത്തു വന്നതിന് ശേഷം താങ്കളുടെ ലൈഫിൽ ഉണ്ടായ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തപ്പോ അതിലും കൃത്യമായ നിലപാടെടുത്തൊരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളുടെ പഴയ കാലഘട്ടം എന്റെ പൊന്നെ, ആ ചീറി പൊളിച്ച് ബഹളം വെക്കലും നുണകൾ പറയുന്നതല്ലേ കേട്ടിട്ടുണ്ട്. എവിടെയോടോ താങ്കളുടെ രാവണൻ എന്ന സിനിമ, എവിടെയോടോ പോർഷ പനമേലെ ഇറക്കുന്ന പറഞ്ഞ കാറ്, കുറെ നുണകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് രാഷ്ട്രീയം. നല്ല സ്ഥലത്ത് തന്നെ പോയി പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. ഈ റീസിൽ ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഘിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഘിയാണ്. നീ അഭിമാനത്തോടെ അപമാനത്തോടെ എന്ന് തേങ്ങച്ച പറ. സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ റിയാക്ട് ചെയ്യും. കൃത്യമായ ഫാക്ട് തെളിവ് വെച്ച് സംസാരിക്കുന്നുള്ളതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ക്രൂരകൃത്യങ്ങളാണ് പറയുന്നത്. അത്രമാത്രമുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ബാബരി മസ്ജിദ്. ഓർമ്മിപ്പിക്കല്ല എന്റെ പൊന്നു ബ്രോ, നീ നാണം കെടും എന്നുള്ളതാണ്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ഭേദമന്യേ നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയം അവരുടെ പേഴ്സണൽ ആണ്. പക്ഷെ ആ പേഴ്സണൽ മനോഭാവം വെച്ചുകൊണ്ട് തന്നെ നിന്നെ അങ്ങ് തള്ളിക്കളയും, ഒഴിവാക്കി വിടും. അത്രേ ഉള്ളൂ. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, K സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനും കുറെ വീഡിയോസ് അതിന്റെ ബാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഇത്ര മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഭൂലോക മണ്ടനാണെന്ന് തെളിയിക്കുന്ന ഈ ഒരു വീഡിയോ മാത്രം മതി എന്നുള്ളതാണ്. കേരളത്തിലുള്ള രണ്ടാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കയറി പറ്റുകയാണെങ്കിൽ നല്ലതാ. കുറെ ഏതൊക്കെ സീരിയൽ നടനും കുറെ ആളുകളൊക്കെ കയറി പറ്റിയിട്ടുണ്ട്. എല്ലാവരും ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടാക്കുക, പിന്നെ ഫെയിം നിലനിർത്തുക എന്നുള്ളതാണ്. റോബിൻ രാധാകൃഷ്ണൻ വീണ്ടും വരികയാണ്. ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോകാന്നുള്ളതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും ചാനൽസിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കാൻ സാധ്യതകൾ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കാൻ നല്ലത്. ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടോ ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ച് പിന്നെ യാതൊരു ബോധവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് പറഞ്ഞെന്നുള്ളത്, പൊട്ടത്തരം വിളിച്ച് പറഞ്ഞെന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നുണ്ട്, തെറ്റൊന്നുമില്ല. നമ്മുടെ രാജ്യം ഭരിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് അയാൾ ഇഷ്ടപ്പെടാനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇഷ്ടപ്പെടാൻ എല്ലാ കാരണം കൊണ്ടും കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാരണം കൊണ്ടും കഴിയില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ ഭരണത്തിലിരിക്കുമ്പോൾ സംഭവിക്കുമ്പോഴും ഒരു സാധാരണക്കാരൻ സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ആ വ്യക്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, ആ തെറ്റുകൾ പൂർണ്ണമായ ഉത്തരവാദിത്വം ഭരിക്കുന്ന ആൾക്ക് തന്നെയാണെന്നുള്ളത്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട്. ഏറ്റവും വലിയ പൊട്ടത്തരം എന്താണെന്ന് അറിയാം എല്ലാവർക്കും, കറൻസി നിരോധനമാണെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടോ? എന്താന്ന് വെച്ചാലേ ഇതിലെ മുക്കാൽ ഭാഗവും കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ച പദ്ധതികളാണെന്നുള്ളതാ. ചെറുതായിട്ടൊന്ന് പേര് മാറ്റി, അത്രേ ഉള്ളൂ. ആവാസ് യോജന, എന്താണ് പ്രധാനമന്ത്രി യോജന, ഇത്രയൊക്കെ ആക്കിയുള്ളൂ. ബാക്കിയൊക്കെ അവിടെ നിലവിലുള്ളതാണെന്നുള്ളതാ. പുതിയതായിട്ടൊന്നും ഇല്ലടേ, പുതിയതൊന്നുമില്ല. ഇപ്പോ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിനക്ക് എന്ത് പറയാം? അത് നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് സ്വാതന്ത്ര്യത്തിൽ കൂടി സംസാരിക്കാം. പക്ഷെ അങ്ങ് നോർത്തിൽ പോയി കഴിഞ്ഞാൽ കാണാം ഒരു വിലയുണ്ടാവില്ല. അവിടെ ഏതോ ഒരു BJP പ്രവർത്തകൻ ആണ് കാര്യവാഹകം അങ്ങനെ എന്തോ
ആളുടെ സ്വന്തം വീട് ബുൾഡോസർ രാജ പൊളിച്ചടക്കിയപ്പോ കിടന്ന് കരയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ കുറെ ഉണ്ട്. മോദി ഉയരാണ് എന്ന് പറയുന്ന കുറെ സ്ത്രീകൾ വീട് പൊളിഞ്ഞതിന് ശേഷം നെഞ്ചത്ത് കൈയടിച്ച് അയ്യോ പോയേ എന്ന് പറഞ്ഞ് കരയുന്നതും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, പക്ഷേ നല്ല രീതിയിൽ ചിന്തിക്കണം. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഫെയിം നിലനിർത്താനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കൊന്നും വേണ്ട, നേരെ അങ്ങ് കയറി ചെന്നു കൊടുത്താൽ മതി എന്നുള്ളതാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഒരു ഇഷ്ടമുണ്ടായിരുന്നു പൊന്നു ബ്രോ, അതങ്ങ് പോയടാ. പിന്നെ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയപ്പോ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഇത് തുടരുകയാണെങ്കിൽ വരും വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.